വയനാട് കള്ളാടി ദുരന്തത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി മുഹമ്മദ് റിയാസ് എംഎൽഎ കരാറുകാരോട് മണ്ണ് നീക്കാൻ ആവശ്യപ്പെട്ടിട്ടും നീക്കിയില്ലെങ്കിൽ കർശന നടപടിയെടുക്കാൻ കഴിയും. എന്നിട്ടും ഇതൊന്നും ചെയ്യാതെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പ്രസ്താവനകൾ നടത്തുകയാണ്. സർക്കാർ അപക്വമായ സമീപനം സ്വീകരിക്കരുത്. ഓരോ മന്ത്രിയും കൈയൊഴിയുന്ന രീതിയാണ് സ്വീകരിച്ചത്. സർക്കാർ കൂട്ടുത്തരവാദിത്തത്തോടെ പോകണമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. മൺപൂനയുടെ ഭാഗമായ മണ്ണ് എടുത്തു മാറ്റാൻ കരാറുകാരനോട് പറഞ്ഞിട്ടും അത് ചെയ്തില്ല. ഇതാണ് മുഖ്യമന്ത്രിയുടെ പരാതി. ആ മണ്ണ് മാറ്റിയിട്ടില്ലെങ്കിൽ മാറ്റിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? മാറ്റിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനല്ലേ, മുഖ്യമന്ത്രിക്കല്ലേ? മണ്ണ് മാറ്റാൻ വേണ്ടി പറഞ്ഞ് ജൂൺ 25 വീണ്ടും പറഞ്ഞിട്ടും മാറ്റിയിട്ടില്ലെങ്കിൽ ഡിസാസ്റ്റർ ആക്ട് പ്രകാരം, മാനേജ്മെന്റ് ആക്ട് പ്രകാരം, DMA പ്രകാരം അതിന്റെ ഭാഗമായി നിലപാട് സ്വീകരിക്കാം, കർക്കശ നിലപാട് സ്വീകരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രസ്താവനകൾ ഇറക്കുമ്പോൾ പക്വമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരണം. മുന്നോട്ട് പോകാൻ എല്ലാവരെയും യോജിപ്പിക്കാനുമാണ് തയ്യാറാകേണ്ടത്. പ്രസ്താവന യുദ്ധം നടത്താനല്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും തയ്യാറാകേണ്ടത്. ഡെൽന കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും. ഡെൽന, ഈ കാര്യത്തിൽ നോട്ടീസ് കൊടുത്തു, ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് സർക്കാരിന്റെ ഉത്തരവാദിത്വം കഴിയുന്നില്ല എന്നാണ് പഴയ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയുന്നത്. റിയാസ് ചൂണ്ടിക്കാട്ടുന്ന പോയിന്റ് എന്തൊക്കെയാണ്? നിഷാദ്, മുഖ്യമന്ത്രിയും പരാതി പറയുന്നു എന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. അതായത് ഇന്നലെ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞതിനു ശേഷം കരാർ ജീവനക്കാരെ, കരാർ അധികൃതരെ പഴിചാടുന്നു. അങ്ങനെ ഓരോ മന്ത്രിമാരും മറ്റുള്ളവരെ പഴിചാടുന്ന ഒരു അവസ്ഥ. അതായത് മണ്ണ് നീക്കം ചെയ്യാനായിട്ട് നിർദ്ദേശം നൽകി, എന്നാൽ മണ്ണ് നീക്കം ചെയ്തില്ല. അത് മറ്റുള്ളവരുടെ തലയ്ക്ക് ഇടാതെ ഈ മണ്ണ് നീക്കം ചെയ്തില്ല എങ്കിൽ അതിനൊരു കർശന നിലപാടെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ടായിരുന്നു. എന്നാൽ സർക്കാർ അത് ചെയ്തില്ല. മുഖ്യമന്ത്രി തന്നെ ഒരു പരാതിക്കാരനാവുന്ന അവസ്ഥയാണ് ഉണ്ടായതെന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. വളരെ രൂക്ഷമായി തന്നെയായിരുന്നു റിയാസ് പ്രതികരിച്ചത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ പരസ്പരം പഴിചാടുകയല്ല വേണ്ടത്. ഇന്നലെ തന്നെ അങ്ങനെ ഒരു നിലപാട്, അതായത് എല്ലാവരും ഒരുമിച്ച് രക്ഷാപ്രവർത്തനം തുടരണം എന്നുള്ളൊരു, രക്ഷാപ്രവർത്തനം ഇറങ്ങുക എന്നുള്ളൊരു നിലപാടാണ് തങ്ങൾ സ്വീകരിച്ചതെന്നും, എന്നാൽ സർക്കാർ ഇങ്ങനെ പഴിചാരാതെ പക്വമായ നിലപാടെടുക്കുക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് സർക്കാർ നൽകാനുള്ളത് എന്നാണ് റിയാസ് പറഞ്ഞത്. മുഖ്യമന്ത്രിയും മറ്റുള്ള മന്ത്രിമാരും പ്രസ്താവനകൾ ശ്രദ്ധിക്കണം. അതുപോലെ നിയമസഭയിലെ വാചക കസർത്ത് പോലെയല്ല സംസ്ഥാനത്തെ ഭരണചക്രം തിരിക്കുന്നത് എന്നുകൂടി മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്ന് മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട്. ഓരോ മന്ത്രിമാരും കൈയൊഴിയുന്ന സ്ഥിതിയാണ് സ്വീകരിച്ചത്. സർക്കാർ ഈ വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ റിയാസ് പറയുന്നു.